പൃഥ്വിരാജിനെയും ആടുജീവിതത്തെയും പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. രാജു നിനക്ക് കെട്ടിപ്പിടിച്ചൊരുമ്മ എന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജയസൂര്യ എഴുതിയിട്ടുള്ളത്. വിധിയുടെയും പടച്ചൂന്റെയും നടുവിലൂടെയുള്ള നജീബിന്റെ യാത്ര ആടുജീവിതം. രാജു നിനക്ക് കെട്ടിപ്പിടിച്ചൊരുമ്മ. നജീബിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ബ്ലസ്സിച്ചേട്ട, നിങ്ങൾക്കും നിങ്ങളോടൊപ്പം കൂടെ കൂടിയ നജീബിന്റെ ഹൃദയതാളം അറിഞ്ഞ എല്ലാവർക്കും എന്റെ കൂപ്പുകൈ എന്നാണ് ജയസൂര്യ ചിത്രം കണ്ടിട്ട് കുറിച്ചത്. ചിത്രത്തെക്കുറിച്ച് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട്. പൃഥ്വിയുടെ പ്രകടനത്തെ പുകഴ്ത്തുന്ന കലാസ്നേഹികളോട് എന്ത് പറയണമെന്നറിയില്ല. ബ്ലെസ്സിക്കും ബെന്യാമിനും നന്ദിയെന്നും മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരന്റെയും മല്ലികയുടെയും പഴയകാല ചിത്രങ്ങൾ കോർത്തിണക്കി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനത്തോടൊപ്പമുള്ള വീഡിയോ സഹിതമാണ് മല്ലിക സുകുമാരന്റെ കുറിപ്പ്. അച്ഛന്റെ പാത പിന്തുടർന്നെത്തിയ മകൻ തന്റെ അഭിനയ ജീവിതത്തിൽ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടത്തിനും അഭിനന്ദനങ്ങൾക്കും സാക്ഷിയാകാൻ സുകുമാരൻ കൂടെയില്ലാത്തതിന്റെ വിഷമവും മല്ലിക സുകുമാരന്റെ വാക്കുകളിൽ പ്രകടമാണ്. പൃഥ്വിയിലൂടെ നജീബിനെ കണ്ട് വീങ്ങുന്ന ഹൃദയവുമായി എന്നെ വിളിക്കുന്ന സഹോദരികളും പെൺകുട്ടികളും, കണ്ഠമിടറി എന്റെ മോനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ച തിയേറ്റർ ഉടമകൾ, മല്ലിക ചേച്ചി ഇതെങ്ങനെ കാണുമെന്ന് സ്നേഹത്തോട് ചോദിക്കുന്ന കലാസ്നേഹികൾ, എന്തു പറയണമെന്നറിയില്ല പ്രിയപ്പെട്ടവരെ. ഈശ്വരന് നന്ദി, ബ്ലെസ്സിക്കും ബെന്യാമിനും നന്ദി. ഇങ്ങനെയാണ് മല്ലിക സുകുമാരന്റെ വാക്കുകൾ. ആടുജീവിതം എന്ന സിനിമ തന്റെ മകൻ രാജുവിന് ബ്ലെസ്സിയിലൂടെ ഈശ്വരൻ നൽകിയ വരദാനമാണെന്നാണ് കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ പറഞ്ഞത്. അതേസമയം ആടുജീവിതം ഓരോ മലയാളികളും കണ്ടിരിക്കേണ്ട വേൾഡ് ക്ലാസ് മൂവിയാണെന്നാണ് കഥാകൃത്ത് ബെന്യാമിൻ പറയുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങിയപ്പോഴാണ് ബെന്യാമിൻ മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചത്. പാതി വഴിയിൽ നിലച്ചു പോകുമോ അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന പേടിയുണ്ടായിരുന്നപ്പോൾ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ബ്ലെസ്സി സിനിമ ഒരുക്കിയതെന്നും ബെന്യാമിൻ പറയുന്നു. ഇതോടൊപ്പം നടൻ ഹരീഷ് പെരടിയും സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. ബ്ലെസ്സിയേട്ടൻ ക്യാമറ കൊണ്ടെഴുതിയ കവിത ശരിക്കും മരുഭൂമിയിൽ പെട്ടുപോയി. നോവൽ വായിച്ചപ്പോൾ പെട്ട അതേ പെടൽ വീണ്ടും അനുഭവപ്പെട്ടു. പൃഥ്വിരാജ് എന്ന നടന്റെ സമർപ്പണം വാക്കുകൾക്കപ്പുറം. ഗോകുലിനെ തേടി ഹക്കീം എത്തിയത് പ്രിയപ്പെട്ട ശാന്തന്റെ നന്മയാണെന്നറിയുമ്പോൾ മനസ്സ് നിറഞ്ഞു. തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ടത് ആടുജീവിതം. നജീബിന്റെ സമാനതകളില്ലാത്ത ജീവിതം എന്നാണ് തൊഴുകൈകളുടെ ഇമോജിയോടെ ഹരീഷ് പെരടി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. മലയാളത്തിൽ 2 ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവൽ കൂടിയാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. നജീബ് എന്ന വ്യക്തി തന്റെ പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന കഥ എഴുതിയത്. വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം എന്ന ചിത്രം ഒരുങ്ങിയത്. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിനു വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം ചെയ്തത്. KS സുനിലാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. ശ്രീകർ പ്രസാദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. ജിമ്മി ജി ലൂയിസ്, അമല പോൾ, KR ഗോകുൽ, താലിബ് അൽ ബലൂഷി, റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ചിത്രമായാണ് ആടുജീവിതം എത്തിയത്. 2018 മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. തുടർന്ന് ജോർദാൻ, അൾജീരിയ എന്നിവിടങ്ങളിലും ഷൂട്ടിംഗ് നടന്നു. ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തു. 2022 ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത്. 16 വർഷമെടുത്തൊരു ചിത്രത്തിനായി കാത്തിരുന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ബ്ലെസ്സിക്കും നജീബിന്റെ ജീവിതം സമാനതകളില്ലാതെ വെള്ളിത്തിരയിൽ പകർന്നാടിയ പൃഥ്വിരാജ് എന്ന നടന്റെ ആത്മസമർപ്പണത്തിനുമെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹവും കയ്യടികളും ഉയരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.